അതേപോലെ തന്നെ കാരണം സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസ് ഇപ്പൊ അശ്വിൻ പോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടകര ഇറങ്ങിയ സമയത്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ തങ്ങളുടെ പടങ്ങൾ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷെ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പൊ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡീഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്തു പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഒരു റിവ്യൂ കേട്ട് നമ്മള് സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ബസൂക്ക ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്.